സർ, ലീഗ് ഓരോ ഇലക്ഷനിലും കോൺഗ്രസിനെ വിഴുങ്ങിക്കൊണ്ട് ഏറ്റവും വലിയ ഘടകകക്ഷിയായി മാറി കൂടുതൽ സീറ്റ് ചോദിക്കുന്ന പ്രവണത നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും അതിന് യാതൊരു മാറ്റവുമില്ല. വീണ്ടും ഈ സീറ്റ് കൂടുതലായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് കേരള രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് UDF-ൽ എന്താണ് ചലനമുണ്ടാക്കുന്നത്? ഇപ്പോൾ ലീഗ് ചോദിച്ചാൽ കൊടുത്തേ ഒക്കത്തുള്ളൂ, കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പോൾ 5 സീറ്റ് അവർ ചോദിച്ചേക്കുന്നത്, ഇപ്പോൾ അവർ മത്സരിക്കുന്നത് 25 സീറ്റിലാണ്. ഇനി അത് വേറെ വലിയ പ്രശ്നമുണ്ട്. ലീഗ് ചോദിച്ചേക്കുന്ന സീറ്റുകളെന്ന് പറഞ്ഞാൽ, ലീഗ് ഇപ്പോൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന പുല്ലൂർ സീറ്റുണ്ട്, മറ്റേ നമ്മുടെ ഇങ്ങോട്ട് വടക്കോട്ട് വരുന്ന സീറ്റുകളല്ല അവർക്ക് വേണ്ടത്. അവർക്ക് മലബാറിൽ കോൺഗ്രസിൻ്റെ കയ്യിലിരിക്കുന്ന സീറ്റുകളിലേക്കാണ് കൂടുതൽ താല്പര്യം. കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വിശാലമായിട്ട് കേരളം മൊത്തം ലീഗിനെ ഉണ്ടാക്കാൻ നോക്കുമ്പോൾ ലീഗിന് ജയിക്കാൻ പറ്റാത്ത പല സീറ്റുകളുമുണ്ട്. പക്ഷേ അവരുടെ കെയർ ഓഫിൽ കോൺഗ്രസ് ജയിച്ചുകൊണ്ടിരിക്കുന്ന മലപ്പുറത്തെ അല്ലെങ്കിൽ മലബാറിലെ പല സീറ്റുകളും തിരിച്ച് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നാൽ അവരുടെ സ്ട്രൈക്കിംഗ് റേറ്റ് കൂടും. സ്ട്രൈക്കിംഗ് റേറ്റ് കൂടിയാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നാളെ കാലത്തെ ലീഗിന് മുഖ്യമന്ത്രിയാകണം. ഇപ്പം തന്നെ ഉപമുഖ്യമന്ത്രി സ്ഥാനം അടുത്ത പ്രാവശ്യം അവർക്ക് കൊടുത്തേ പറ്റും. കേരളത്തിലെ ആദ്യത്തെ കീഴ്വഴക്കമായിരിക്കും. ആ രീതിയിലേക്ക് പോകും. പിന്നെ രണ്ടാമത്, ഇപ്പോൾ കോൺഗ്രസിൻ്റെ നിലനിൽപ്പെന്ന് പറഞ്ഞാൽ, കോൺഗ്രസ് ഈ പറയുന്നത് പോലെ എത്ര പറയുമ്പോഴും ഒച്ചഴഞ്ഞ അക്ഷരമാകുന്നത് പോലെ സംഭവിച്ച ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ, കാരണം ജനത്തിനും അടുത്തോ അല്ലെങ്കിൽ ജനം തിരിച്ചു വോട്ട് ചെയ്തിട്ടോ ഉണ്ടായിരുന്നു, അല്ല കോൺഗ്രസിൻ്റെ പ്രവർത്തനം കൊണ്ടോ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ ഗുണം കൊണ്ടോ അല്ല. നേരത്തെ നമ്മൾ ഈ പറഞ്ഞത് എത്ര പറയുമ്പോഴും 9-ൽ നിന്ന് അധികാരത്തിൽ വന്ന് പറഞ്ഞാൽ, അത് അധികാരത്തിൽ വരുന്നതിൻ്റെ പുറകിൽ ആൾക്കാർ നോക്കുമ്പോൾ കരുണാകരനാവുള്ളൂ. കരുണാകരൻ വരട്ടെ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആവട്ടെ, കൊള്ളാം, ലീഡർ. അതിനു ശേഷം ഉമ്മൻചാണ്ടി വരുമ്പോഴും ആ ഒരു പരിവേഷമുണ്ട്. അത്തരത്തിൽ ജനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ജനങ്ങൾക്ക് താല്പര്യമുണ്ടാവുന്ന ഒരു നേതാവ് ഇന്ന് കോൺഗ്രസിനകത്തില്ല. അവിടെ എത്ര 16 മുഖ്യമന്ത്രിമാരും 27 മുഖ്യമന്ത്രിമാരും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് അവരുടെ മാത്രം താല്പര്യമാണ്. ജനത്തിന് ഇവരാരും മുഖ്യമന്ത്രി ആവുന്നതിന് താല്പര്യമില്ല. അപ്പം ഇതിനകത്ത് ന്യൂനപക്ഷ ഏകീകരണം, പ്രത്യേകിച്ച് ഇപ്പോൾ ഉന്നം വയ്ക്കുന്നത് കോൺഗ്രസ്, അവർക്ക് മുസ്ലിം വോട്ടുകളാണ്. മുസ്ലിം വോട്ടുകളുടെ ഏറ്റവും വലിയ കസ്റ്റോഡിയൻ എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗാണ്. മനസ്സിലായോ? അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ കീഴിൽ വേണ്ടി വന്നാൽ, മറ്റ് ഉള്ളിടത്ത് ധ്രുവീകരണം ഉണ്ടായാൽ ഞങ്ങൾ അണിചേരാൻ തയ്യാറാണ്. അല്ലെങ്കിൽ അത്തരത്തിൽ മുസ്ലിം ലീഗ് നേരത്തെ ഉള്ളതിനെക്കാട്ടിൽ കൂടുതലായിട്ട് ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാനും തയ്യാറാണ്. ഇപ്പോൾ ഈ പ്രാവശ്യത്തെ നമ്മൾ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവനയെ മറപറ്റിയാണെങ്കിൽ പോലും ഇവിടെ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പൊളിറ്റിക്സ് എന്താണ്? ഭൂരിപക്ഷ ഏകീകരണം, ന്യൂനപക്ഷ ഏകീകരണം എത്രത്തോളം ഉണ്ട്. അപ്പം നോക്കിയപ്പം ഭൂരിപക്ഷ ഏകീകരണത്തിന് വേണ്ടി വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് വർത്തമാനം പറയിച്ചു, അല്ലെങ്കിൽ അദ്ദേഹം സ്വന്തമായിട്ട് വർത്തമാനം പറഞ്ഞു. അദ്ദേഹത്തിന് സഹായമായിട്ട് BJP ഉൾപ്പെടെ, അല്ലെങ്കിൽ ഇവിടുത്തെ CPM ഉൾപ്പെടെ നിന്നണക്ക് പോലും ഏകീകരണം നടന്നിട്ടില്ല. ഭൂരിപക്ഷ ഏകീകരണം നടന്നിട്ടില്ല. ഭൂരിപക്ഷ ഏകീകരണത്തെ പക്ഷേ ന്യൂനപക്ഷ ഏകീകരണം നടന്നു. ന്യൂനപക്ഷ ഏകീകരണം നടന്നതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ വന്നത്. അപ്പം ആ ന്യൂനപക്ഷ ഏകീകരണത്തിന് കൂടുതൽ ശക്തി പകരാൻ ഇതിനു മുമ്പ്, ഇലക്ഷന് മുമ്പ്, ഈ തദ്ദേശ സ്ഥാപനങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മൾ പരിശോധിക്കുമ്പോൾ അതിനകത്തൊരു മുറിവ് ചെറുതായിട്ടെങ്കിലും പറഞ്ഞായിരുന്നു, നോക്കാം അത് ശരിയാവൂ, ഇത്രയും സീറ്റ് മത്സരിക്കുന്നത്. പക്ഷേ ഇപ്പം ഈസിയായിട്ട് പറഞ്ഞു നിങ്ങൾ എടുത്തു. കാരണം 97 സീറ്റിൽ മത്സരിക്കുന്ന കോൺഗ്രസിന് ജയിക്കാൻ സാധിക്കുന്ന 21 സീറ്റാണ്. കാരണം ഉമ്മൻചാണ്ടി അധികാരത്തിൽ ഇരുന്ന സമയത്തും 38 സീറ്റ് മാത്രം കോൺഗ്രസിനുണ്ടായിരുന്നു. അന്ന് 44 സീറ്റ് CPM-നുണ്ട്. അപ്പം കോൺഗ്രസിന് ചെയ്യാൻ അല്ലെങ്കിൽ തരാൻ സാധിക്കില്ല. ഇനിയും കോൺഗ്രസിന് ജയിക്കണമെങ്കിൽ ഈ പറയുന്ന സഹായം, ഞാനീ പറയുന്നത് ന്യൂനപക്ഷത്തിൻ്റെ സഹായം, മുസ്ലിങ്ങളുടെ സഹായം മറ്റ് പാർട്ടിക്ക് ലഭിക്കാതെ ഇതിനകത്ത് കിട്ടണമെങ്കിൽ മുസ്ലിങ്ങൾ ഈ എത്ര പറയുമ്പോഴും നിയന്ത്രിക്കുന്ന, അവരുടെ കസ്റ്റഡിയിലേക്ക് വരുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ അവരാണ് ഇപ്പം പീഴ്സൺ മാഷിന് അറിയാമല്ലോ. ഇപ്പോൾ കേരളത്തിൽ ഞാൻ ചോദിച്ചോട്ടെ, ഒറ്റയ്ക്ക് മത്സരിച്ചാൽ, CPM വലിയ വീമ്പൊക്കെ പറയും ഇടതുപക്ഷത്തിനകത്ത്, ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ജയിക്കാൻ സാധ്യതയുള്ള UDF-നകത്ത് ഒറ്റ പാർട്ടി ലീഗേ ഉള്ളൂ മലപ്പുറത്ത്. അവർക്ക് ആരുടെ സഹായം വേണ്ട, കോൺഗ്രസ് സഹായിക്കണ്ട. ഒരു പാർട്ടി CPM-നെ സഹായിക്കും ചില സീറ്റുകൾ. നമ്മൾ ഈ കണ്ണൂർ പോലുള്ള ചില സീറ്റുകളുണ്ട്, വേറെ ഏത് പാർട്ടിക്ക് സാധിക്കും? അപ്പോൾ അതിനകത്ത് അപ്പോൾ ഇവർക്ക് വഴങ്ങി കൊടുത്തേ വെക്കൂ. അപ്പോൾ ആ ഒരു കാര്യം വേറെ ആരെങ്കിലും പറഞ്ഞാൽ, നാളെ കാലത്തെ അധികാരത്തിൽ വന്നാൽ ഈ പറയുന്നത് പോലെ നിയന്ത്രിക്കുന്നത് ഇതുവരെ കണ്ടതനുസരിച്ചാണെങ്കിൽ, ഇനി അടുത്ത പ്രാവശ്യം ഇതിനെക്കാട്ടി കൂടുതൽ കേരളത്തിൽ ഭരണം നിയന്ത്രിക്കേണ്ടത് അവരുടെ ലൈനിൽ തന്നെ പോകേണ്ടി വരും. മനസ്സിലാവുന്നുണ്ടോ? ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ. അപ്പോൾ ലീഗിന് ഈ പറയുന്ന നാളെ കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രി ആകണം, അല്ലെങ്കിൽ ആയാൽ അജയപ്പെടാനൊന്നുമില്ല. ചിലപ്പോൾ ഒരുപക്ഷെ സീറ്റ് കുറവാണെങ്കിൽ പോലും കുഞ്ഞാലിക്കുട്ടി പറയുക ഞങ്ങൾക്ക് മുഖ്യമന്ത്രി സ്ഥാനം പറഞ്ഞു, അല്ലെങ്കിൽ ടേം തരണം പറഞ്ഞാൽ ചിലപ്പോൾ കൊടുത്തേക്കത്തുള്ളൂ. സാർ, ഇവിടെ തമിഴ്നാട്ടിൽ കോൺഗ്രസിന്റെ പാരമ്പര്യം അറിയാം. ഘടകകക്ഷികൾക്ക് വഴങ്ങിക്കൊടുത്ത അവസാനം കോൺഗ്രസ് അവിടെ ഇല്ലാതെയായി. ഇതേ അവസ്ഥയിലേക്കാണോ കേരളത്തിലെ കോൺഗ്രസ് ഈ ലീഗിന്റെ ആവശ്യത്തിന്റെ മുന്നിൽ സഞ്ചരിക്കുന്നത്? അല്ല, കേരളവും അതുപോലെ തമിഴ്നാടും നമ്മൾ ഇക്കാര്യത്തിൽ താരതമ്യം ചെയ്യുന്നതിൽ ഒരു കഥയുമില്ല. കോൺഗ്രസ് തമിഴ്നാട്ടിൽ ഇല്ലാതാകുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ അവരുടെ സംഘടനാപരമായിട്ടുള്ള പലയിടങ്ങളിലെയും പരാജയങ്ങളുടെ ഒരു പ്രതിഫലനമായിട്ട് നമ്മൾ കണ്ടതായി. വേറെ പല കാരണങ്ങളിലേക്ക് പോകുമ്പോഴും അവിടുത്തെ ഒരു രാഷ്ട്രീയം ദ്രാവിഡ രാഷ്ട്രീയമാണ്. ഇപ്പോൾ ദ്രാവിഡ കക്ഷികൾക്ക് അപ്പുറത്തേക്ക്
വളരുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. BJP അവിടെ എത്രയോ പരിശ്രമിക്കുന്നുണ്ട്, ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. എൻ്റെ കാരണം ദ്രാവിഡ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് നീങ്ങാൻ തമിഴ്നാട്ടിന് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ കേരളത്തിലൊരു വിഷയം അങ്ങനെയല്ല. കേരളത്തിൽ കോൺഗ്രസ് പൊതുവെ പ്രബലമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കോൺഗ്രസ്സിന് പ്രവർത്തിക്കാനായിട്ട് നേതാക്കന്മാരുണ്ട്, അണികളുണ്ട്. സംഘടനാ സംവിധാനം അത്ര ശക്തമല്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഇതൊരു സെമി കേഡർ പാർട്ടിയാക്കി മാറ്റും എന്ന് സുധാകരൻ പ്രഖ്യാപിച്ചിരുന്നത്. നമ്മളതിൻ്റെ പ്രവർത്തനമൊക്കെ കുറേ കണ്ടതാണ്. പക്ഷേ അതെങ്ങും എത്തിയില്ല. സെമി കേഡർ ആവാൻ പറ്റുന്നില്ല, പറ്റില്ല എന്നുള്ളതാണ്. കാരണം ഓരോ നേതാവും ഓരോ പാർട്ടിയാണ് അതിനകത്ത്. അതുകൊണ്ട് അത് എളുപ്പമല്ല എന്നുള്ളതാണ്. പക്ഷെ പ്രശ്നം കേരളത്തിൽ ഈ കോൺഗ്രസ് ഇപ്പോൾ എന്താണ്, കഴിഞ്ഞ ദിവസം വയനാട്ടിൽ വലിയ മഹാസമ്മേളനം നടത്തി 100 സീറ്റ് പിടിക്കും എന്ന് പറഞ്ഞു. കനകോലുവിനെ കൊണ്ടൊക്കെ എങ്ങനെ പറയിപ്പിച്ചു എന്നുള്ള ശരി. എന്ത് ബലത്തിലാണ് ഇവർ 100 സീറ്റ് കിട്ടും എന്ന് പറയുന്നത്? അത് മുസ്ലിം ലീഗിൻ്റെ ബലത്തിലാണ്. അതെ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, ഇത് മുസ്ലിം ലീഗിൻ്റെ ബലത്തിലാണോ 100 സീറ്റ് അടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളത്. ആ പ്രശ്നമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായിട്ട് മാറുന്നത്. അതുകൊണ്ടാണ് എന്താണ് AK ബാലൻ ഈ മാറാട് കലാപം എല്ലാം ആവർത്തിക്കും എന്ന് പ്രഖ്യാപിക്കുന്നത്. അതിൽ പ്രധാന ഒരു കക്ഷി അല്ലെങ്കിൽ പ്രതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ലീഗും അതേപോലെ KM ഷാജിയൊക്കെ അതിനകത്ത് പ്രധാനപ്പെട്ട പ്രതിയാണ്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് അത് പ്രൊജക്റ്റ് ചെയ്ത് കൊണ്ടുവരികയും രാഷ്ട്രീയം എന്ന് പറയുന്നത് അതിനെ ചുറ്റിപ്പറ്റി ആക്കി മാറ്റുകയും ചെയ്യുക എന്ന് പറയുന്ന തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് AK ബാലൻ അത് ഉയർത്തിക്കൊണ്ടുവന്നത്. എന്നുവെച്ചാൽ പൊളിറ്റിക്കൽ ഇഷ്യൂസ് അല്ല ഡിസ്കസ് ചെയ്യപ്പെടാൻ പോകുന്നത്, പകരം ഈ സാമുദായിക ശക്തിയുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വർഗീയതയാണ് ചർച്ചയ്ക്ക് വിധേയമാകാൻ പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. അപ്പം അങ്ങനെ വരുന്ന സമയത്താണ് അതിനെ കുറച്ചും കൂടി എന്താണ് തീപിടിപ്പിക്കാൻ പറ്റുന്ന തരത്തിൽ ഉള്ള അവകാശവാദമാണ് മുസ്ലിം ലീഗിൻ്റെ ഭാഗത്ത് നിന്ന് വരിക. 25 സീറ്റിൽ അവർ മത്സരിക്കുന്നു പറഞ്ഞു. അവർ പറയുന്നൊരു കാര്യമുണ്ട്, 25 സീറ്റ് തന്നെ മതി, കൂടുതൽ തരണ്ട, പക്ഷേ ആ 25ഉം ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റുന്ന സീറ്റായിരിക്കും. അതൊരു വലിയ ടാക്ടിക്സാണ്. കാരണം എന്ന് വെച്ചാൽ ഈ ജയിച്ചു വരുന്ന UDFലെ ഏറ്റവും പ്രബലമായ ശക്തി എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗായിരിക്കും. 25 സീറ്റ് ജയിക്കാൻ പറ്റുന്ന സീറ്റ് കണ്ടെത്താം അവർക്ക്. കോൺഗ്രസ് ഈ എന്താണ് തെക്കൻ കേരളത്തിലേക്ക് വന്ന് കോൺഗ്രസ് ജയിക്കുന്ന ചില നിയോജക മണ്ഡലങ്ങൾ അത് മുസ്ലിം ലീഗ് മത്സരിക്കുന്നു, മുസ്ലിം ലീഗ് ജയിക്കുന്നു. അങ്ങനെ മുസ്ലിം ലീഗ് എന്ത് ചെയ്യുന്നു, ഏറ്റവും പ്രബലമായിട്ടുള്ള ശക്തിയായിട്ട് മാറിത്തീരുന്നു. സ്ട്രൈക്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ 100%. കോൺഗ്രസ് 97 സീറ്റിലേക്ക് മത്സരിച്ച് അവസാനം കുറേ സീറ്റ് കൊണ്ട് അവർ തൃപ്തരാകേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മുസ്ലിം ലീഗ് ഈ കാര്യം തന്നെയായിരിക്കും ചൂണ്ടിക്കാണിക്കും. നമുക്കറിയാം, നേരത്തെ ഈ മുന്നണിക്കെതിരെ ഉയർന്ന ഏറ്റവും വലിയ ആക്ഷേപം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ 5ാം മന്ത്രിവാദമായിരുന്നു. കേരളത്തിൽ അതിശക്തമായിട്ട് ഈ ആ മുന്നണിക്കെതിരെ ഉയർന്നു വന്ന ഒരു വൈകാരിക അവസ്ഥ 5ാം മന്ത്രി വാദത്തോടുകൂടി ഉയർന്നു എന്നുള്ളതാണ്. എന്നുവെച്ചാൽ മുസ്ലിം ലീഗ് ഭരണത്തിൽ പിടിമുറുക്കിയാൽ അവർ പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് കോൺഗ്രസ് തയ്യാറാവേണ്ടി വരും. ആ ഒരു രാഷ്ട്രീയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായിട്ടും ഉയർന്നു വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെ ഒരു രാഷ്ട്രീയ ആശയം മുന്നിലേക്ക് വരുമ്പോൾ കോൺഗ്രസിന് ഇതിനെ പ്രതിരോധിക്കാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല? ഇപ്പോഴും കോൺഗ്രസിന് പ്രതിരോധിക്കാൻ പറ്റുന്നില്ല. നിസ്സാരമായിട്ട് കോൺഗ്രസ് ഇല്ലത് കൊണ്ട് പ്രതിരോധിക്കാൻ പറ്റാത്തത്. ഈ നമ്മൾ മനസ്സിലാക്കേണ്ട പുറകോട്ട് കോൺഗ്രസിനെ പരിശോധിക്കണം. ഇതുപോലെ ശക്തമായിട്ട് മാണിയെയും അതിനെക്കാട്ടി ശക്തമായിട്ട് ലീഗിനെയൊക്കെ കൈകാര്യം ചെയ്തിട്ടിരിക്കുന്ന കോൺഗ്രസ് ഉണ്ടായിരുന്നു. കർണാടകൻ്റെ കോൺഗ്രസ് ഉണ്ടായിരുന്നു. അതിനുശേഷം വളരെ വിദഗ്ധമായിട്ട് ആ ശൈലി അല്ലെങ്കിലും മറ്റൊരു ശൈലി ഒരു പരിധിവരെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഉമ്മൻചാണ്ടി ഇപ്പോൾ അവർ കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അവരുടെ നിങ്ങൾക്കൊരു കാര്യം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് കഴിവുണ്ടാവണം, നിങ്ങളുടെ സംവിധാനം ഉണ്ടാവണം. കേരളത്തിലെ സംവിധാനമില്ല എത്ര പറയുമ്പോഴും. ഇപ്പോഴും ഈ പറയുന്നത് പോലെ അകത്തിരിക്കുന്ന വോട്ടുകൾ, ഹോൾഡിംഗ് വോട്ടുകൾ, നമ്മൾ പറയത്തില്ലേ പണ്ട് വരയ്ക്കാതിരിക്കുന്ന വോട്ട്, ആ വോട്ടിൻ്റെ ബലത്തിൽ ആ കോൺഗ്രസ് നിൽക്കുന്നത്. കോൺഗ്രസിനകത്ത് പ്രവർത്തനമൊന്നുമില്ല. ഇദ്ദേഹം BS മാഷ് പറഞ്ഞ പോലെ ഇതേ ഉള്ളൂ. ഇപ്പം 40 സീറ്റ് ഇതിനകത്ത് MLA ഉണ്ടാക്കാൻ നിൽക്കുന്ന BJP 100 സീറ്റ് എന്ന് പറയുന്നത് ഇപ്പം BS മാഷ് പറഞ്ഞ ശരിയായി. ഇതിൻ്റെ ബലത്തിൽ, ന്യൂനപക്ഷത്തിൻ്റെ ബലത്തിൽ, ആരുടെ മുസ്ലിം ലീഗിൻ്റെ ബലത്തിൽ ആ 100 കയറി ആഞ്ഞ് പറയുന്നത്. 110ലേക്ക് പോകാൻ നിൽക്കുന്ന CPM. അപ്പം ഈ 40 സീറ്റ് അടുത്ത പ്രാവശ്യം UDFന് അധികാരത്തിൽ വരാൻ സാധിക്കാതെ ഒരു 40 സീറ്റ് നമ്മൾ പറയുക, 40 സീറ്റ് BJP പിടിച്ചു. 10-25 സീറ്റ് ആരുടെ കയ്യിലാണ്? ഇവരുടെ കയ്യിലുണ്ടെന്ന് വെച്ചോ. മുസ്ലിം ലീഗ് കയ്യിലുണ്ട്. BJP പറയാം മുസ്ലിം ലീഗ് മുഖ്യമന്ത്രി ആയിക്കോളാൻ പറഞ്ഞാൽ അവരാ BJPക്ക് ഒന്നുമില്ല. BJP PDP പിടിച്ചുകൊണ്ട് കാശ്മീർ ഭരിച്ചവരാ. നിങ്ങൾ മുഖ്യമന്ത്രി ആയിക്കോ, ഞങ്ങൾ പിന്തുണക്കാം. അതിന് വേറാവും. കാരണം ഇനിയും ഒരു ഭരണമില്ലാതെ മുസ്ലിം ലീഗിന് നിൽക്കാൻ പറ്റത്തില്ല.
BJP അത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി പറയുന്നത് പോലെ അതിർത്തിയുള്ള പാർട്ടിയോ അല്ലെങ്കിൽ വെറുക്കം BJP അങ്ങനെയല്ല. BJP വലിയ ഏറ്റവും രാഷ്ട്രീയത്തിനകത്ത് അധികാരത്തിൽ ഏത് കളിയും കളിക്കുന്ന പാർട്ടിയാണ് BJP. അതായത് മുസ്ലിം ലീഗും BJPയും കൂടി സഖ്യം ഉണ്ടാക്കാം നാളെ കാലത്ത്. നിവൃത്തിയില്ലെങ്കിൽ ഈ പ്രാവശ്യത്തെ ഒരു കളിയാണ് നോക്കുന്നത്. ഈ പ്രാവശ്യത്തെ ഒരു കളിക്ക് UDF അധികാരത്തിൽ വരാത്തൊരവസ്ഥ വരികയും ഈ സാറ് പറഞ്ഞതുപോലെ ഏറ്റവും സ്ട്രൈക്കിംഗ് റേറ്റ് ആയിട്ടുള്ള പാർട്ടിയായിട്ട് മുസ്ലിം ലീഗ് വരികയും ഈ രാജീവ് ചന്ദ്രശേഖരന്റെ അല്ലെങ്കിൽ അമിത്ഷായുടെ ഒരു 40 സീറ്റ് എന്ന് പറയുന്ന സ്വപ്ന യാഥാർത്ഥ്യമാവുകയും ചെയ്താൽ BJP ഭരിക്കേണ്ട ഒരവസ്ഥ വരിക. മുസ്ലിം ലീഗിന് പറയാം ഞങ്ങൾക്ക് മുഖ്യമന്ത്രി സ്ഥാനം മതി. BJP പറയാം കേരള രാഷ്ട്രീയം 5 കൊല്ലം കൊണ്ട് ഇവിടുത്തെ ആ സെറ്റപ്പ് അങ്ങ് മാറ്റാൻ പറ്റും. പിന്നെ പറ്റും. അപ്പൊ ഭരണത്തിലെത്തി കഴിഞ്ഞാൽ മാറ്റാൻ പറ്റും. വളരെ എളുപ്പമാണ്. അപ്പം ആ രീതിയിൽ കാര്യങ്ങൾ പോയാലൊന്നും അത്ഭുതപ്പെടാനൊന്നുമില്ല. അത് രാഷ്ട്രീയമാണ്, പൊളിറ്റിക്സ് ആണ്. പൊളിറ്റിക്സിനകത്ത് തീരുമാനം ഈ പ്രയോജനപ്പെടുന്ന തീരുമാനം. അമിത്ഷാ പറയുന്നത് ബിസിനസ് ചെയ്യുന്ന പോലെ പൊളിറ്റിക്സ് കളിക്കാനാണ് പറയുന്നത്. ബിസിനസ് ചെയ്യുന്ന പോലെ, മനസ്സിലാവുന്നുണ്ടോ? പ്രയോജനം ഉണ്ടാവണം, അല്ലാതെ നമ്മൾ ജോലി ചെയ്യുന്നതുകൊണ്ട് ഗുണമുണ്ടാവണം, പ്രോഫിറ്റ് ഉണ്ടാവണം. പ്രോഫിറ്റ് ഉണ്ടാവുന്ന MLA-മാരുണ്ടാവണം, ഭരണം ഉണ്ടാവണം, മന്ത്രിമാരുണ്ടാവണം, അധികാരം വേണം. അതാണ് രാഷ്ട്രീയത്തിലെ പ്രോഫിറ്റ്. അപ്പോൾ ആ പ്രോഫിറ്റ് വരുന്ന രീതിയിലേക്ക് കളിക്കാൻ BJPക്കോളം കഴിവുള്ള ഒരു പാർട്ടി ഇന്ന് ഇന്ത്യയിലില്ല. അതുകൊണ്ട് നാളെ കാലത്ത് മുഖ്യമന്ത്രിയാവും കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രി, BJPക്ക് 40 MLA-മാരെന്നൊക്കെ പറഞ്ഞാൽ അതിശയിക്കാനൊന്നുമില്ല. ഇപ്പം ചിലപ്പോൾ കേൾക്കുന്നവരൊക്കെ നെറ്റി വിളിക്കേണ്ടി വരും. അങ്ങനെ കണ്ടിട്ടുണ്ട് നമ്മൾ. PDP എന്ന് പറയുന്ന പാർട്ടിയായിട്ട് കാശ്മീർ ഭരിച്ചു. ഒരു രാജ്യവിരുദ്ധ ശക്തിയാ ആരുടെ BJPയുടെ ഭാഷയിൽ പറഞ്ഞാൽ. അപ്പൊ അടുത്ത ഇലക്ഷൻ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഞെട്ടിക്കുന്ന ഫലങ്ങൾ കേരള സമൂഹത്തിന് സമ്മാനിക്കുന്നതാകാൻ തന്നെയാണ് സാധ്യത.